നിങ്ങളിത് കേൾക്കണം. നിങ്ങളിത് കേൾക്കാതെ പോകരുത്. അതായത് എൻ്റെ ലൈഫിൽ നടന്നൊരു വലിയൊരു കാര്യമാണ്. ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട്, അതായത് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് വണ്ണിച്ചു. അതായത് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ കുറച്ച് അൽഫാമും കുറച്ച് ചോറ് കൂടുതൽ കഴിച്ചും കുറച്ച് മന്തി കുന്തിയൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് തടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എന്നോട് പറഞ്ഞു, അയ്യോ ഇതെന്ത് പറ്റി, നല്ല വണ്ണിച്ചല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് കരുതി, എന്നാ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലല്ലോ, കുറച്ച് ഡയറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ അമ്മ പറഞ്ഞു, എടി നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ജിമ്മിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, നീ രാവിലെ എണീച്ച് ജിമ്മിനൊന്നും പോയില്ല, അത് കഴിഞ്ഞിട്ട് എനിക്ക് വർക്കിന് പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വർക്കുണ്ട്, അപ്പം എനിക്ക് രാവിലെ 6 മണിയാകുമ്പം എണീറ്റ് ജിമ്മിന് പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ട് ഇത് നടക്കില്ല, നീ എന്തായാലും ജിമ്മിന് പോയില്ല. അപ്പോഴത്തേക്കും നമുക്ക് വാശി കയറുമല്ലോ, നടക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, അലാറം ഒക്കെ വെച്ച് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ തനിയെ രാവിലെ എന്ത് ചെയ്തു, ജിമ്മിന് പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ജിമ്മിന് പോയി. എൻ്റെ വർക്ക് ടൈം ഞാൻ കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ട്, എൻ്റെ ഓൺലൈൻ ജോബാണ്, അന്ന് ഞാൻ എന്ത് ചെയ്തു, ജിമ്മിന് പോകാൻ തുടങ്ങി. ജിമ്മിന് പോയി ഒരു 4-5 മാസം ഞാൻ കഷ്ടപ്പെട്ട് ഡയറ്റ് എടുത്ത് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഡയറ്റ് എടുത്തു. രാത്രിയിലൊക്കെ ഞാൻ പയറും കടലയുമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ ഡയറ്റ് എടുത്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ക്ഷീണിച്ചു. ഞാൻ എന്ത് ചെയ്തു, സ്ലിം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ, അയ്യോ കുഞ്ഞെ ഇത് എന്ത് പറ്റി, നീ അങ്ങ് ക്ഷീണിച്ച് കോലം കെട്ടു പോയല്ലോ എന്ന്. ഞാൻ ആരായി? നീ കോലം കെട്ട് പന്നലായി പോയതെന്ന്, നിനക്ക് വണ്ണമുള്ളതാണ് നല്ലതെന്ന്. ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോയവരായിരിക്കും നിങ്ങൾ പലരും. ഞാൻ ആരായി? കഷ്ടപ്പെട്ട് 5-6 മാസം കഷ്ടപ്പെട്ട് ഡയറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് ഇത്രയും ചെയ്ത് വന്നപ്പം, അയ്യോ നീ അങ്ങ് ഡയറ്റ് ക്ഷീണിച്ച് പന്നലായി പോയല്ലോ എന്ന്. വൈ ഇവരെല്ലാം എന്തിനിങ്ങനെ ചെയ്യുന്നു?